ഉപ്പാനി ഉമ്മാനി നന്നായി നോക്കും, നല്ല കണ്ണിലെ കൃഷ്ണമണി പോലെ അവരെ സൂക്ഷിച്ചു നോക്കും. പക്ഷേ അല്ലാഹു തആലാക്ക് ശുക്റില്ലാത്തവനാണ്, നിസ്കാരമില്ലാത്തവനാണ്, നോമ്പില്ലാത്തവനാണ്. അവരെ നന്ദിയും പൂർണ്ണമാകൂല. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ? നന്ദി ബോധം ബാപ്പാനോടും ഉമ്മാനോടും വേണം. അതുകൊണ്ടാണ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഓ സഹോദരാ, നീ 5 വക്ത് നിസ്കാരം നിർവഹിച്ചാൽ അത് ബാപ്പാക്കും ഉമ്മാക്കും ആ 5 വക്ത് നിസ്കാരത്തിൽ അള്ളാഹുവിന് നീ ശുക്ർ ചെയ്തവനാണ്. ആ നിസ്കാരം കഴിഞ്ഞിട്ട് നീ മാതാപിതാക്കൾക്കൊന്ന് ദുആ ചെയ്യുക, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. അത് അവർക്കുള്ള നന്ദിയാണ്. 5 നിസ്കാരം നിർവഹിക്കുന്നത് അള്ളാഹുവിനുള്ള ശുക്ർ. നിസ്കാരം കഴിഞ്ഞിട്ട് ബാപ്പാക്കും ഉമ്മാക്കും ദ്വാർക്കുന്നത് അവർക്കുള്ള ശുക്ർ. ചങ്ങായി ഓൻ ഗൾഫിൽ പോയിട്ട് നേരെ ഔക്കാഫിൻ്റെ ജോലിയിൽ കയറി 2.5 ലക്ഷം ശമ്പളം. 2.5 ലക്ഷം ശമ്പളം. 2.5 ലക്ഷം ശമ്പളം. 2 ലക്ഷം ഒന്ന് കുട്ടിയൊക്കെ 12 മാസം 2 ലക്ഷം കിട്ടി എത്രയായി? പിന്നെ അങ്ങനത്തെ പറമ്പ് വാങ്ങിക്കൂടെ, വീടെടുത്തു. എങ്ങനെ അങ്ങനെ കിട്ടി? അതൊന്ന് അന്വേഷിക്കണം. കണ്ടോ, ഇയാളിത് പറഞ്ഞിട്ടും വിശ്വാസമല്ല. ഏതെങ്കിലും ഒരു അറബിനെ എത്തിങ്കാനയിലാക്കി പോന്നിട്ടുണ്ടാവും. നമ്മളെ മനസ്സിൻ്റെ ഇടകേറ് നോക്കികൾ. അയാൾക്ക് അല്ലാഹു തആല നല്ല ജോലി ഇൻ്റർവ്യൂവിൽ ജയിച്ചിട്ട് കൊടുത്ത ശമ്പളമാണ്. നമുക്ക് എന്തിനായാലും കേട്? അൽഹംദുലില്ലാ, നമ്മളൊരു കൂട്ടുകാരൻ അങ്ങനെ ഉണ്ടെന്നെങ്കിലും പറയാലോ. ഇനി ഒന്നുമില്ലെങ്കിൽ ആ സ്നേഹബന്ധത്തിൽ എന്തെങ്കിലും ചോദിക്കാലോ. അങ്ങനല്ല മനുഷ്യൻ്റെ കൽബോണ്. നേരെ തിരിച്ചാ. അയാൾ സമ്പാദിച്ച ശരിയല്ല, എവിടുന്നോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, എവിടെന്നെങ്കിലൊക്കെ വലിച്ചു ഊരിയിട്ടുണ്ടാവും. ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് അന്വേഷിച്ച് പോകുമ്പോൾ അയാൾക്ക് നല്ല ജോലിയാണ്. ഇൻ്റർവ്യൂവിൽ പാസ്സായി 100 ആൾ വന്നതിൽ ഒരാളെ പാസ്സായിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ ശമ്പളം കിട്ടാക്കും. അങ്ങനെ എത്ര ഉദ്യോഗസ്ഥരുണ്ട് അവിടെ? ഞാൻ ദുബായിൽ പോയി നോക്കുമ്പോൾ നമ്മളെ തിരുവനന്തപുരം ഭാഗത്തൊരു ഉദ്യോഗസ്ഥരുണ്ട് അവിടെ. മുസ്ലിമാണ് അദ്ദേഹം. 10-25 കൊല്ലം സർവീസുണ്ട്. അദ്ദേഹത്തിനാകെ 4 മണിക്കൂറേ ഡ്യൂട്ടിയുള്ളൂ ഓഫീസിൽ. പക്ഷെ നല്ല ഭാഷാ കഴിവും നല്ല കഴിവുള്ള ആളാണ്. ശമ്പളം എത്രയെന്നറിയോ? നമ്മളെ ഇവിടുത്തെ 1.25 ലക്ഷം, 1,75,000 റുപ്യ. നമ്മളതിന് കൈകടിച്ചിട്ട് അയാൾ ഓഫീസിൽ പതുക്കെ വലിക്കാറിൻ്റെ കാര്യമുണ്ടോ? അയാൾ പഠിച്ചതിനനുസരിച്ച് അല്ലാഹു തആല കൊടുത്തൊരു ജോലിയല്ലേ. ഇനി നമുക്ക് എന്തിനാ കണ്ണുകടി? അതാ നമ്മളെ കണ്ണുകടിയല്ല, കൽബിൻ്റെ കടിയാ. അള്ളാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ. മറ്റുള്ളവർക്ക് അല്ലാഹു തആല കൊടുത്തതല്ലേ, ഉണ്ടായിക്കോട്ടെ. ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു ഫക്കീറിനെ കണ്ടപ്പോൾ അടുത്തേക്ക് ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ മനസ്സിലൊരു വിഷമം? വിഷമം വന്ന് പറഞ്ഞിട്ടല്ല, കണ്ടപ്പോഴേക്ക് തോന്നി ഈ മനസ്സിനെന്തോ ഒരു വിഷമുണ്ട് എന്ന്. എന്താ നിങ്ങളെ മനസ്സിനെന്തോ വിഷമുണ്ടല്ലോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്. എന്താ ടെൻഷൻ? ഒന്നുമല്ല ഉസ്താദേ, ഞാനിന്ന് കപ്പൽ യാത്ര ചെയ്യാൻ വേണ്ടി കപ്പലിൻ്റെ അടുത്തെത്തി. എന്നെ കണ്ടവാടെ കപ്പിത്താൻ കപ്പലോടിച്ച് വിട്ടു. കാരണം എൻ്റെ ഈ മുഷിഞ്ഞ വേഷം കണ്ടപ്പോൾ അയാൾക്ക് തോന്നി ഇയാളെ കയ്യിൽ ഒന്നും ഉണ്ടാകൂല, ടിക്കറ്റിന് കാശ് ചോദിച്ചാൽ തരാണ്ടാകൂല, എൻ്റെ കയ്യിലാണെങ്കിൽ കൊടുക്കാനുമില്ല. ഞാനൊരു സാധുവായതുകൊണ്ട്, ഫക്കീറായതുകൊണ്ട് എന്നെ കയറ്റാതെ കപ്പൽ വിട്ടു. അങ്ങനെ പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, ഷെയ്ഖ് ജിലാനി തങ്ങൾക്ക് വലിയ വിഷമം. ഒരു ഫക്കീറായ മനുഷ്യനെ കണ്ടിട്ട് കയറ്റാതെ വിട്ട കപ്പലുകാരനോട് എന്താണ് ഇനി സ്വീകരിക്കേണ്ട നിലപാട്? ഷെയ്ഖ് ജിലാനി തങ്ങൾ പറഞ്ഞു, ഒന്നും വിഷമിക്കണ്ട, നീ ഇവിടെ നിൽക്കണം, നിനക്ക് ഞാൻ പരിഹാരം തരാം, ഇവിടെ നിൽക്കണം. എനിക്ക് നേർച്ചയുമായിട്ട് ഒരു 30 ദീനാറും കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരാൾ വരും, അതെനിക്ക് തരാനുള്ള നേർച്ചയാണ്. അയാൾ വന്നാൽ നിങ്ങൾ അയാളോട് പറയണം, ആ 30 ദീനാറ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. നിങ്ങളതങ്ങ് വാങ്ങണം. എന്നിട്ട് കപ്പിത്താന് കൊണ്ടുപോയി കൊടുക്കണം, അഡ്വാൻസ് ആണ്. ഇനി ഏതൊരു സാധു വന്നാലും കപ്പലിൽ കയറ്റിക്കോളണം. ഇയാളെ മാത്രമല്ല, ഇയാൾക്കൊരു ദീനാറ് മതി കപ്പൽ യാത്രക്ക്. മേലാൽ ഒരു ഫക്കീറിനെയും മടക്കി വിടരുത്, ഒരു സാധുവിനെയും കപ്പലിൽ കയറ്റാതെ വിടരുത്. ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനം ലോകത്ത് നടത്തുന്ന ഔലിയാക്കളുടെ രംഗം കണ്ടോ? ഇതേറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനമാണ്. നമ്മളിവിടെ ഒരു ബസ് ഓടുന്നു, ഒരു ജനകീയ ബസ് ഒന്ന് കൂട്ടിക്കോളൂ. ഞാനൊരു സങ്കല്പം പറയാണ്. അത് ജനപ്രതിനിധി പറയുന്നു, അതിൽ ഓടുന്ന ആൾ 1 മാസത്തിന് ആരും ഒരു കാശും കൊടുക്കണ്ട. എത്ര കാലം നമ്മളയാളെ മദ്ഹ് പറയും? അങ്ങാടിയിലേക്ക് പോകാൻ എത്ര രൂപ ചിലവുണ്ട്, തിരിച്ചു വരാനും. 1 മാസം അങ്ങനെ സൗജന്യ ബസ് കിട്ടിയാൽ അത് വലിയൊരു കിട്ടലല്ലേ, വെറുതെ കിട്ടല. അപ്പോഴും ചിലപ്പോൾ നമ്മൾ പറയില്ല, അയാൾ വേറെ ഏതെങ്കിലും വകുപ്പിലൂടെ ഇതിന് കാശുണ്ടാക്കുന്നുണ്ടാവും. നമുക്ക് അനുവദിച്ചു തന്ന ഒരു ഗുണമാണ്.
അത് നമ്മൾ അനുഭവിക്കാണ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ 30 ദീനാറും കൊണ്ടുപോയിട്ട് കപ്പിത്താന് കൊടുക്കണം അഡ്വാൻസ്. ഇനിയൊരു ഫക്കീറിനെയും തിരിച്ചു വിടരുത്. ഏത് സാധുവിനെ കണ്ടാലും കപ്പലിൽ കയറ്റിക്കോളണം. ആ മനുഷ്യൻ കുറച്ചു നേരം അവിടെ നിന്നപ്പോൾ ഒരാൾ വരുന്നു, അടുത്തേക്ക് വിളിച്ചു, നിങ്ങളാണോ 30 ദീനാറും കൊണ്ട് ഷെയ്ഖ് ജീലാനിൻ്റെ അടുത്തേക്ക് വന്നത്? അതെ. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എന്നോട് ഷെയ്ഖ് ഇപ്പം പറഞ്ഞു പോയി ആ 30 ദീനാർ എനിക്ക് തരാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 30 ദീനാറും കയ്യിലേക്ക് കൊടുത്തു. 30 ദീനാറുമായിട്ട് ഇദ്ദേഹം അങ്ങനെ നീങ്ങുമ്പോൾ കുറച്ചങ്ങെത്തിയപ്പോൾ അയാളെ മനസ്സിൽ വീണ്ടും ഒരു വിഷമം. ഈ 30 ദീനാറും കപ്പിത്താനുള്ളതാണല്ലോ, എൻ്റെ പോക്കറ്റിലേക്കൊന്നും കിട്ടിയില്ലല്ലോ. ഇത് ഫുള്ള് കപ്പിത്താനല്ലേ, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. ഷെയ്ഖ് ജീലാനി മടക്കി വിളിച്ചോ, സുഹൃത്തെ ഇങ്ങോട്ട് വാ. മനസ്സല്ലേ അവർ വായിക്കുന്നത്, മനസ്സിനല്ലേ സന്തോഷവും സമാധാനവും കൊടുക്കുന്നത്. നിങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നൊരു വിഷമമുണ്ട് അല്ലേ? അതേ ഉണ്ട്. കുപ്പായം അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന കാശ് നിങ്ങൾക്കുള്ളതാണ്. ആ പാവപ്പെട്ട മനുഷ്യൻ ആ കുപ്പായം കൊണ്ടുപോയി വിറ്റു, 20 ദീനാർ കിട്ടി. അത് അയാൾക്ക് സ്വന്തം ഉപയോഗിക്കാനാണ്. പാവങ്ങൾക്ക് ഇതുപോലെ റഹ്മത്തിൻ്റെ ചിറക് വിരുത്തി കൊടുക്കുന്ന മഹാന്മാർ എത്രമാത്രം വിശുദ്ധമാണ് അവരുടെ ഖൽബ്. അതേ, സാമ്പത്തിക പ്രയാസം അനുഭവിച്ച് വീട്ടിൽ കളവ് നടത്താൻ വേണ്ടി വന്നു ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ. അഹ്മദുൽ കബീർ ഡിഫായി റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വീട്ടിൻ്റെ തൊട്ടടുത്ത് കയറിയാൽ തൊട്ടടുത്ത റൂമിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. തുറന്നു കിടക്കുമ്പോൾ മഹാനവറുകൾ ചിന്തിച്ചു, ഇവിടെ ആരോ ഉണ്ടാകുമല്ലോ. ഒന്നിങ്ങനെ എത്തി നോക്കിയപ്പോൾ ഒരാൾ ചാക്കും പിടിച്ച് ഗോതമ്പങ്ങനെ വാരിക്കൂട്ടുകയാണ്. ഒരു ചെറുപ്പക്കാരൻ അഹ്മദുൽ കബീർ ഡിഫായി തങ്ങളെ കണ്ടപാടെ തന്നെ പേടിച്ചു. മഹാനവറുകൾ പറഞ്ഞു, സുഹൃത്തെ നിനക്ക് ഗോതമ്പ് വേണോ? ഈ കിടക്കുന്ന ഗോതമ്പ് കൊണ്ടുപോയാൽ അത് പൊടിയാക്കാൻ കുറേ പണിയെടുക്കണം. ഇത് തൊലിക്കോതമ്പാണ്, നല്ല ഗോതമ്പ് ഉള്ളിലുണ്ട്, നീ എൻ്റെ കൂടെ വാ. ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് നിന്ന്, പടച്ചോനെ ഇതെന്ത് വർത്തമാനം. നമ്മളെ വീട്ടിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കക്കാൻ വന്നാന്ന് പറഞ്ഞാൽ, ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടാ വരെ ഇട വടി പേരടിക്കടി കൊടുക്കും. എന്താണ് അവരുടെ സ്വഭാവം എന്ന് ആലോചിക്കുക നിങ്ങൾ. നമ്മൾ ചിന്തിച്ചാൽ ആ സ്വഭാവം എടുത്തും പിടുത്തം കിട്ടും. വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാ പിടികൂടുന്നത്. പക്ഷെ ആ ചെറുപ്പക്കാരനോട് പറയുന്ന, മോനെ നീ ഭക്ഷണത്തിന് വിഷമിച്ചു വന്നതാണ്, അതുകൊണ്ടാണല്ലോ ഗോതമ്പ് വാരുന്നത്. ഈ ചാക്ക് നിൻ്റെതാണോ എൻ്റെതാണ്? എന്നിട്ട് പിടിച്ചു കൊണ്ടുപോകുന്നു ഉള്ളിലേക്ക്. നല്ല ഗോതമ്പ് ഉള്ളിലുണ്ട്. അത് മുഴുവനും ചാക്കിൽ വാരിക്കൊടുത്ത് കെട്ടിക്കൊടുത്തിട്ട് ചോദിക്കുന്നു, നിന്റെ വീട് എവിടെയാണ്? വീട് പറഞ്ഞപ്പോൾ അഹ്മദുൽ കബീർ ഡിഫായി തങ്ങൾക്ക് മനസ്സിലായി ഇത് അഹ്മദുൽ കബീർ ഡിഫായി തങ്ങളെ വീടാണെന്നും ഈ നാട്ടിൽ ഏറ്റവും വലിയ വിലായത്തിൻ്റെ മഹത്വമുള്ള മഹാനാണെന്നും ഈ വന്ന ചെറുപ്പക്കാരൻ അറിയില്ല. അദ്ദേഹം ചിന്തിക്കുന്നു, അല്ലാ ഇതൊരു നല്ല മനുഷ്യനാണ്. ഇന്നലെ വരെ എനിക്ക് അടി കിട്ടിയ ചരിത്രമേ ഉള്ളൂ, ഓടി എൻ്റെ തടി രക്ഷപ്പെടുത്തിയ അനുഭവമേ ഉള്ളൂ. ഈ ചാക്ക് മുഴുവനും കെട്ടിയിട്ട് അദ്ദേഹത്തോട് പറയുന്നു, നീ ഒറ്റക്ക് പോകണ്ട, കാരണം രാത്രി സമയമാണ്, നിന്റെ വീട് വരെ ഞാനും നിന്റെ കൂടെ വരാം. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ഡിഫായി റളിയല്ലാഹു അൻഹു കൂടെ പോവുകയാണ്. എന്നിട്ട് വീട്ടിൻ്റെ അടുത്തെത്താ നേരത്താ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഒരു വിഷയം പറയാനുണ്ട്, അത് പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ. നിങ്ങളെ ഞാൻ ആദ്യ രൂപത്തിൽ കണ്ടില്ലേ? വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ ഞാനൊന്ന് എത്തി നോക്കിയപ്പോൾ നിങ്ങളെ കണ്ടില്ലേ? എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് പേടി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണേ. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കിയതല്ല, റൂമിൽ ആരാണെന്നറിയാൻ വേണ്ടി നോക്കിയതാണ്. ആ ചെറുപ്പക്കാരൻ ഈ ഗോതമ്പ് കൊണ്ടുപോയി വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചു. രാത്രി മുഴുവനും ചിന്താനിമഗ്നനാണ്. റബ്ബേ, എന്നെ ഈ രൂപത്തിൽ നന്നാക്കിയ മനുഷ്യനാരാണ്? ഒരു നോട്ടത്തിൽ എനിക്ക് തോന്നിയ ഒരു ഭയപ്പാടിന് വരെ എന്നോട് മാപ്പ് ചോദിച്ചു പോയ മഹാനാരാണ്? എൻ്റെ കൂടെ എൻ്റെ വീടിൻ്റെ അടുത്ത് വരെ തലയിൽ ഈ കെട്ടും ചുമന്ന് കൊണ്ടുവന്ന് എന്നെ സുരക്ഷിതമായി എൻ്റെ വീട്ടിലേക്ക് എത്തിച്ച മഹാനാരാണ്? വെറുപ്പിൻ്റെ ഒരു ഭാഷയില്ലല്ലോ, ഒരു നോട്ടമില്ലല്ലോ. ഇതുവരെ നീ കട്ട് ജീവിക്കലാണോ പതിവെന്ന് ചോദിച്ചിട്ടില്ലല്ലോ. ഇത് വല്ലാത്തൊരു മഹാൻ തന്നെ. സുബഹി വരെ ആ മഹാനെപ്പറ്റി ചിന്തിച്ചൊരു തീരുമാനമെടുക്കുന്നു.
നേരം വെളുക്കട്ടെ, ആ മഹാനുഭാവന്റെ സദസ്സിലൊന്നെത്തണം, ഒരിക്കൽ കൂടി ആ മഹാനെ ഒന്ന് കാണണം, എന്നിട്ടെൻ്റെ ജീവിതം ഒന്ന് നന്നാക്കണം. സുബ്ഹാനല്ലാഹ്. നമ്മൾ 10 കൊല്ലം വാത് പറഞ്ഞാൽ ഈ ഗുണം കിട്ടുമോ സഹോദരങ്ങളെ? ഒരു രാത്രിയിലെ ചുരുങ്ങിയ നേരത്തൊരു സമീപനമാണ്, ഒരു സമ്പർക്കമാണ്. ഒരു സമൂഹത്തിൻ്റെ നാനാമുഖങ്ങളിലുള്ള അധർമ്മങ്ങളിൽ അഭിരമിച്ച ആളുകളെ കൈപിടിച്ചുയർത്തിയിട്ട് സന്മാർഗത്തിൻ്റെ ദിശയിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് വല്ലാത്ത കഴിവ് തന്നെ. എന്തൊരു കഴിവാണ് മഹത്തുക്കളെ കഴിവ്! ഇസ്തിഖാമത്തിന്റെ മാർഗമാണത്. കാരണം അല്ലാഹു തആല കൽപ്പിച്ചത് എങ്ങനെയാണ്? തിന്മ ചെയ്യുന്ന ആളുകളോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്? നന്മയിലാണ് പ്രതികരിക്കേണ്ടത്. നീ എപ്പോഴും തിന്മയെ പ്രതികരിക്കേണ്ടത് തിന്മ കൊണ്ടല്ല, നന്മ കൊണ്ടാണ്. ഏത് തിന്മയെയും നന്മ കൊണ്ട് പ്രതികരിച്ചു നോക്ക്. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. നീയും മറ്റൊരാളും ഇടയിൽ തമ്മിൽ എന്ത് എതിർപ്പുണ്ടോ, ശത്രുതയുണ്ടോ, അവൻ നിന്റെ ആത്മമിത്രത്തെ പോലെയായി മാറും. ആ ശത്രുത നിന്റെ കുടുംബത്തിലാണെങ്കിലും അയൽവക്കത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നിന്റെ മനസ്സ് നല്ല രൂപത്തിൽ അവനോട് സമീപിച്ചോ, കഅന്നഹു വലിയ്യുൻ ഹമീം, അവൻ നിന്റെ ക്ലോസ് ഫ്രണ്ടായി മാറും, ആത്മസുഹൃത്തായി മാറും. ആ രംഗമാ നമ്മളിവിടെ കാണുന്നത്. പിറ്റേന്ന് രാവിലെ ഈ ചെറുപ്പക്കാരൻ ഉമ്മു അബീദ ഗ്രാമത്തിലെത്തി. ഉമ്മു അബീദ ഗ്രാമത്തിലെത്തിയിട്ട് നാട്ടുകാരോട് ചോദിക്കുന്നു, അല്ല നാട്ടുകാരെ, ഇങ്ങനെ താടിയുള്ള, ഇങ്ങനെ തലപ്പാവുള്ള, ഇങ്ങനെ വേഷമണിഞ്ഞിരിക്കുന്ന ഒരാളുണ്ടല്ലോ ഈ നാട്ടില്. രൂപങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നാട്ടുകാർ പറഞ്ഞു, അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ പറ്റിയാണല്ലോ ചെറുപ്പക്കാരൻ പറയുന്നത്. പലരും പറഞ്ഞു, അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ പറ്റിയാണല്ലോ പറയുന്നത്. അവരെ തലക്കെട്ടാണങ്ങനെ, അവരെ താടിയാണങ്ങനെ, എവിടെയുണ്ടാ മഹാനൊന്ന് കാണാൻ പറ്റുമോ? അവർ പറഞ്ഞു, അതാ ദർസ് നടത്തുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു, അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാം. അങ്ങോട്ട് അങ്ങനെ പോകുമ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സിലൊരു വിഷമം, പടച്ചോനെ, എന്നെ ആ സദസ്സിലേക്ക് സ്വീകരിക്കുമ്പോൾ ഇന്നലെ ഞാൻ ആരാ? ആ വീട്ടിൽ, ആ മഹാനുഭാവൻ്റെ വീട്ടിൽ കളവ് നടത്താൻ വേണ്ടി പോയ ആളാണ്. ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എന്തായിരിക്കും മുഖഭാവം? എങ്ങനെയായിരിക്കും എന്നെ സ്വീകരിക്കുക? എങ്ങനെയായിരിക്കും എന്നോടുള്ള സമീപനം? ആ ഒരു പേടി മനസ്സിൽ വന്നു. പക്ഷേ എന്നോട് ഇന്നലെ ആ രൂപത്തിൽ സമീപിച്ചത് കൊണ്ട് എന്നെ ഒരു നിലക്കും വിഷമത്തിലാക്കൂല. കാരണം ഇന്നലെ എന്നോട് ഒരു കള്ളനെ പോലെ പെരുമാറിയോ? ഇല്ല. അങ്ങനെ ചോദിച്ചോ? അതുമില്ല. സമീപിച്ചോ? ഇല്ല. ഒരു നോട്ടം നോക്കിയപ്പോൾ എൻ്റെ മനസ്സിലൊരു പേടി തോന്നിയപ്പോൾ അതിന് വരെ മാപ്പ് ചോദിച്ചിട്ടല്ലേ പോയത്. വല്ലാത്തൊരു മഹാനാണ്. ധൈര്യം സംഭരിച്ച് ആ സദസ്സിലെത്തി. ആ ചെറുപ്പക്കാരൻ പറയാണ്, ഞാൻ ആ സദസ്സിലെത്തിയപ്പോൾ കണ്ട കാഴ്ച, സലാം പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എന്നെ കൈപിടിച്ചു. ഒരു പുതിയ ആള് എൻ്റെ മജ്ലിസിലേക്ക് കടന്നു വന്നാൽ ഞാൻ എങ്ങനെ സ്വീകരിക്കുമോ? ഒരു പുതിയ ആള്, പരിചയമില്ലാത്ത ആള് പരിചയപ്പെടാൻ വേണ്ടി വന്നാൽ എങ്ങനെ സ്വീകരിക്കും? അതുപോലെ എന്നെ സ്വീകരിച്ച് അകത്തിരുത്തി. പിന്നെൻ്റെ ജീവിതത്തിൽ ഞാൻ മഹാനുഭാവനെ വിട്ടിട്ടില്ല, അവരെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അവരാ ഇസ്തിഖാമത്തിൻ്റെ മേഖലയിലൂടെ ജീവിച്ചപ്പോൾ സ്വന്തത്തെയും കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ പരിവർത്തിപ്പിക്കാൻ കഴിഞ്ഞു. ഔലിയാക്കളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം അതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ കൽബാണ് അവരാലോചിക്കുമ്പോൾ പഠിക്കുമ്പോൾ നന്നാകേണ്ടത്. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, മൻ ഉഅ്തിയ അർബഅൻ ഉഅ്തിയ ഖൈറദ് ദുനിയാ വൽ ആഖിറ. 4 കാര്യം ഒരാൾക്ക് നൽകപ്പെട്ടാൽ ദുനിയാവിലും ആഖിറത്തിലും അയാൾക്ക് ഖൈർ നൽകപ്പെട്ടു. 4 കാര്യം ഒരാൾക്ക് നൽകപ്പെട്ടാൽ ദുനിയാവിലും ആഖിറത്തിലും അയാൾക്ക് നന്മ നൽകപ്പെട്ടു. ഒന്നാമത് തങ്ങൾ പറഞ്ഞത് ഖൽബുൻ ഷാക്കിറുൻ, നന്ദി ബോധമുള്ള മനസ്സാണ്. ആരൊക്കെ നിനക്ക് ജീവിതത്തിൽ എന്തെല്ലാം ഖൈർ ചെയ്തിട്ടുണ്ടോ അവരോടൊക്കെ നന്ദി ബോധം വേണം, എപ്പോഴും വേണം. ആ നന്ദി ബോധം ഒരു മാസത്തേക്കല്ല, ഒരു വർഷത്തേക്കല്ല, നീ ജീവിതത്തിൽ സ്വന്തമായി സ്ഥായിയായി വരുമാനമുള്ളവനാകുന്ന കാലത്തേക്കല്ല,
ജീവിച്ചിരിക്കുന്ന കാലത്തോളം നന്ദിബോധം വേണം. നിന്നൊരു വാക്കുകൊണ്ട് സഹായിച്ചവർ, നിന്നെ ഒരു മേഖലയിൽ ഒത്താശ ചെയ്തവർ, നിനക്ക് സാമ്പത്തിക സഹായം തന്നവർ, സാമൂഹിക രംഗത്ത് നിനക്ക് പിന്തുണ തന്നവർ, മറ്റു മേഖലകളിൽ നിനക്ക് ഒത്താശ ചെയ്തവർ ആരെല്ലാം ഉണ്ടോ സൃഷ്ടികളിൽ, അവരോടൊക്കെ എപ്പോഴും നന്ദിബോധമുള്ള കൽബ് വേണം. ഏറ്റവും വലിയ നന്ദിബോധം വേണ്ടത് യജമാനനായ റബ്ബിനോടാണ്. കാരണം അല്ലാഹുവല്ലേ നല്ല കൽബ് തന്നത്, അല്ലാഹുവല്ലേ ശരിക്ക് തിരിച്ചറിവുള്ള മനസ്സ് തന്നത്. നമ്മുടെ മനസ്സ് തുടക്കം മുതൽക്കേ വിഭ്രാന്തിയുള്ള, വേജാറുള്ള, മാനസിക അസ്വാസ്ഥ്യമുള്ള കൽബാണെങ്കിൽ നമ്മുടെ ഹാലെന്താണ് സഹോദരങ്ങളെ? പറയുന്നത് കേൾക്കാനും ചിന്തിച്ചുകൊണ്ട് പറയാനും അറിയാത്തത് ചിന്തിച്ച് പഠിക്കാനും നല്ല കൽബ് നമുക്ക് സമ്മാനിച്ചത് അല്ലാഹുവല്ലേ. ആ അല്ലാഹുവിനോട് നന്ദിബോധമുള്ള കൽബാണോ? ആ ബോധം കൽബിലുണ്ടോ? അല്ലാഹുവിനോട് കാണിക്കുന്ന നന്ദിലൊരു കുറവും വരൂല. അതുകൊണ്ടാണ് ഒരാൾ മലമൂത്ര വിസർജനം നടത്തിയാൽ ആദ്യമായി അയാൾ നന്ദി പറയുന്നത് അല്ലാഹുവിനാണ്. ഒരാൾ ഭക്ഷണം കഴിച്ചാൽ ആദ്യം നന്ദി പറയുന്നത് അല്ലാഹുവിനോടാണ്. വെള്ളം കുടിച്ചാൽ ആദ്യം നന്ദി പറയുന്നത് അല്ലാഹുവിനോടാണ്. വാഹനം കയറിയാലും ഇറങ്ങിയാലും ആദ്യം നന്ദി പറയുന്നത് അല്ലാഹുവിനോടാണ്. എല്ലാ ഘട്ടങ്ങളിലും പ്രഥമമായ നന്ദി അല്ലാഹുവിനോടാണ്. കാരണം ഇതിൻ്റെയൊക്കെ പ്രാഥമികത്വം, ഇതൊക്കെ തുടക്കത്തിൽ തന്നത് മറ്റാരുമല്ല അല്ലാഹുവാൻ. റബ്ബിത് തന്നത് തന്നെ നമ്മളിൽ നിന്ന് തിരിച്ചു വല്ലതും അങ്ങോട്ട് കിട്ടട്ടെ എന്നുള്ള പ്രതീക്ഷിച്ചിട്ടാണോ? കിട്ടിയിട്ട് അള്ളാഹുവിന് വല്ല വികസനവും കിട്ടാനാണോ? അല്ലേ അല്ല. കിട്ടാതിരുന്നാൽ അള്ളാഹ്ക്ക് വല്ല കുറവും ഉണ്ടാകുമോ? ഇല്ലേ ഇല്ല. അപ്പൊ അള്ളാഹിന്റെ ഔദാര്യം എത്ര വലുതാണ്, അള്ളാഹു തന്നത് എത്ര വലുപ്പത്തിലാണ്. അതേ സമയത്ത് സഹോദരങ്ങളെ, നമ്മളെ ബാപ്പയും നമ്മുടെ ഉമ്മയും നമ്മളെ പോറ്റി വളർത്തിയ, നമുക്ക് സംരക്ഷണം നൽകിയ പലരും അവർക്ക് കിട്ടേണ്ട നന്ദികൾ നമ്മിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അവർക്കതുകൊണ്ട് വിഷമമുണ്ട്, സങ്കടമുണ്ട്, മനസ്സിനതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, ശരീരത്തിനതുകൊണ്ട് കുറവ് വരുന്നുണ്ട്, ജീവിതത്തിന് കുറവ് വരുന്നുണ്ട്. ഖാലിഖായ റബ്ബിനെന്ത് കുറവ് വരാനാ? അപ്പൊ അള്ളാഹുവിൻ്റെ ഔദാര്യം ഒന്നും കൂടുതലായി കിട്ടാൻ വേണ്ടി തന്നതല്ല. കൊടുത്തിട്ടില്ലെങ്കിലോ അള്ളാഹ്ക്കൊന്നും കുറയാനുമില്ല. ആ റബ്ബിന് നന്ദിബോധമുള്ള, ജനങ്ങളോട് നന്ദിബോധമുള്ള കൽബ് വേണം. മല്ലം യഷ്കുരിന്നാസ ലം യഷ്കുരില്ലാ. ജനങ്ങളോട് നന്ദിബോധമില്ലാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കൂല. ആര് നിനക്കെന്ത് ഗുണം ചെയ്തിട്ടുണ്ടോ ആ ഗുണത്തിന് നീ നന്ദിയുള്ളവനാകണം. എപ്പോഴും നീ നന്ദിയുള്ളവനാകണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരാൾ നല്ല ഭക്ഷണം നൽകി നിന്നെ സ്വീകരിച്ചാൽ നീയും അതുപോലെ നല്ല ഭക്ഷണം നൽകി അവരെ സ്വീകരിക്കണം. അല്ലെങ്കിലോ നീ അവർക്ക് ദുആ ചെയ്തു കൊടുക്കണം. നമ്മളിവിടെ വന്നപ്പോഴും നമ്മുടെ ഈ വീട്ടുകാരൻ, എന്താ മൂപ്പര് പേര്? ഷാഹുക്ക, ഷാഫിക്ക, മാഷാ അല്ലാഹ്, നല്ല ഭക്ഷണം തന്നു. അല്ലാഹു ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. മൂപ്പർക്ക് ബർക്കത്തുണ്ടാണ്, നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? നാം ആമീൻ പറഞ്ഞാട്ടെ. അല്ലാഹു ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ, ഖൈർ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. അവർ ആ കൊടുത്ത ഭക്ഷണത്തിന്, അവർ കൊടുത്ത ആ സഹായമൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെ ഭക്ഷണം തന്നവരുണ്ട്. ഇന്നലെ ഞാൻ പോയത് മലപ്പുറം ജില്ലേൻ്റെ അങ്ങേയറ്റത്ത് പാലക്കാട് ജില്ലയിലാണ്. അവിടെയും ഭക്ഷണം തന്നവരുണ്ട്. അള്ളാഹു അവർക്കും ബർക്കത്ത് കൊടുക്കട്ടെ. അവർക്ക് ദ്വാരം എടുക്കാനുള്ള കഴിയും, ഓരോരുത്തരും സൽക്കരിക്കാൻ കഴിയുക. കാരണം ഒന്ന് ഈ ഭാഗത്ത്, ഒന്ന് ആ ഭാഗത്ത്, എല്ലാവരും കൂടി ഇങ്ങനെ സൽക്കരിക്കുന്ന ദ്വാരം എടുക്കാനേ കഴിയുള്ളൂ. അതും വലിയൊരു ശുക്രാണ് അല്ലേ? ഒരാൾ ഖൈർ തന്നാൽ, നിങ്ങൾ കണ്ടില്ലേ, അറബികൾ കണ്ടില്ലേ, അവർ നല്ല വന്നബോധമുണ്ട്. നിങ്ങൾ ഇവിടെ ഉള്ള ഒരാൾ സൗദിയിൽ പോയിട്ട് അറബിനെ കാണാൻ വേണ്ടി പോവുകയാണ്, ലീവിന് വന്ന് പോവുകയാണ്. അപ്പോൾ എന്താ നാട്ടിൽ നിന്ന് കൊണ്ടുപോയത്? നിങ്ങളുടെ നാട്ടിൽ എന്താ കാര്യമായിട്ടുള്ള കൊണ്ടുപോകാൻ പറ്റിയത്? ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ അല്ലേ മത്സ്യകൃഷി മുഴുവൻ, ഇവിടെ അല്ലേ? സുബ്ഹാനല്ലാഹ്, നല്ല കരിമീൻ പൊള്ളിച്ച് കൊണ്ടുപോയി ഉഷാറാക്കിയിട്ട് റെഡിയാക്കിയിട്ട് അങ്ങനെ അറബി കൊടുത്തു. ഇതെന്താ? ഇത് നല്ല കരിമീൻ വറുത്തതാണ്. അതിങ്ങനെ തുറന്നിട്ട് അറബി എന്ത് പറയും? ആ അറബി പറഞ്ഞ ദുആന് കയ്യും കണക്കുണ്ടാവും. എത്ര ദുആ, ജസാക്കല്ലാഹ്, തഖബ്ബലല്ലാഹു മിൻ, ബാറക്കല്ലാഹു ഫീ അഹ്ലിക്, അല്ലേ? തുരുതുരേനെ പറയും. നമുക്കൊരാൾ കൊണ്ടുവന്നല്ല, നമ്മളെ വീട്ടിലൊരാൾ കൊണ്ടുവരാം. ഇതെന്താ? ഇത് നമ്മുടെ
അക്കീക്ക് അറിവുണ്ടായിരുന്നു, മുടി കളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഇറച്ചി. അവിടെ വെച്ച് ശരി. അയാളോടൊന്ന് ജസാക്കല്ലാഹു ഖൈറാ തഖബ്ബലല്ലാഹു മിൻക, അല്ലാഹ് സ്വീകരിക്കട്ടെ, അല്ലാഹ് നിങ്ങളെ കുട്ടികൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, നമുക്കൊന്ന് പറഞ്ഞൂടെ മലയാളത്തിലെങ്കിലും. അതൊരു നന്ദിയാണ്. ആ നന്ദി നമ്മൾ വർദ്ധിക്കണം. ജസാക്കല്ലാഹു ഖൈറാ എന്നുള്ള വാക്ക് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അള്ളാഹു നമുക്ക് വീണ്ടും വീണ്ടും നന്ദി ബോധമുള്ള കൽബ് കൊണ്ട് അള്ളാഹു വീണ്ടും തരികയാണ്. ഏതൊരു മനുഷ്യന് ഗുണം ചെയ്താലും അങ്ങനല്ലേ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്തിലൂടെ പോകുമ്പോൾ ഷാഫി ഇമാം തങ്ങളെ കയ്യിലുള്ള വടി വീണുപോയി. ബാക്കിലിരിക്കുന്ന ശിഷ്യനോട് ചോദിച്ചു, വടി പെട്ടെന്ന് വന്ന ഒരാൾ വടി എടുത്തു കൊടുത്തു. അപ്പോൾ ബാക്കിലിരിക്കുന്ന ശിഷ്യനോട് വെച്ചു, കീശയിൽ വല്ല കാശുണ്ടോന്ന്. 7 ദീനാറുണ്ടെന്നാണ്. 7 ദീനാറും കൊടുക്കുന്നതാണ്. ഒരു വടി എടുത്തു തന്നതിന്. അതുകൊണ്ടല്ലേ പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ അറബികൾ വന്നാൽ ഹിദമത്ത് എടുക്കാൻ എല്ലാവരും ഓടിപ്പോലെ. അവരങ്ങനെ ഹിദമത്ത്, ഒരു ചെറിയ ഹിദമത്ത് വലിയ ഹിദമത്ത് ഒന്നും കണക്കൊന്നുമില്ല, എല്ലാവർക്കും കൊടുക്കില്ല, അങ്ങനെ കൊടുക്കും, തീർന്ന വരെ കൊടുക്കും. അതുകൊണ്ട് അല്ലാഹു തആല അവർക്ക് എത്ര കൊടുത്ത്? 7 ദീനാറ് ഒരു വടി എടുത്തു തന്നതിന്. വല്ലാത്ത കൊടുത്ത്. അങ്ങനെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത് പോയി ഇറങ്ങിയപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഉസ്താദെ ഒന്ന് മുടി വെട്ടി തരട്ടെ, മുടി ഒന്ന് വെട്ടി തരട്ടെ. അയാളെ ഹല്ലാക്കാണ്, മുസയ്യിനാണ്, മുടി വെട്ടി കൊടുക്കുന്ന ആളാണ്, മുടി തൊട്ട്. അപ്പോൾ ഷാഫി ഇമാം നിങ്ങൾക്ക് ആ ചോദ്യം വല്ലാതെ ഇഷ്ടപ്പെട്ടു. എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പുറത്തൊരു ഭാഗത്തൊരു പാറയിൽ ഷാഫി ഇമാം തങ്ങൾ ഇരുന്ന് തലപ്പാക്കൊന്ന് ഒരു റെഡിയാക്കി കൊടുത്തു. മുടി വെട്ടിയാക്ക് എത്ര കൂലി എന്നല്ല ചോദിച്ചത്. ശിഷ്യനോട് ചന്ത കയ്യിലുള്ളത് 30 ദീനാറിന് 30 കൊടുക്കുകയെന്ന് പറഞ്ഞു. അന്ന് മുടി വെട്ടുന്നതിനാകെ 2 ദീനാറേ കൂലിയുള്ളൂ. ഇടകൾ അതാണ് നന്ദി എന്ന് പറഞ്ഞത്. വല്ലാത്ത നന്ദി ബോധമാണത്. ഒരു ഖൈർ ചെയ്താൽ, ഒന്ന് സഹായിച്ചാൽ അവർ നമ്മളെ സഹായിച്ചില്ലേ. ഈ ഒരു മുടി വെട്ടിയിട്ട് എനിക്ക് വലിയ സന്തോഷം തന്നില്ലേ, ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കാതെ അങ്ങോട്ടൊന്ന് ചോദിച്ചില്ലേ, നല്ല നന്ദിയുള്ള നല്ല മനുഷ്യനാണ്, ആക്ക് നന്നായി കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, കൽബുൻ ഷാക്കിറുൻ, നന്ദി ബോധമുള്ള കൽബ് വേണം. ആ നന്ദി ഭാര്യയോട് വേണം, ഭർത്താവിനോട് വേണം, മക്കളോട് വേണം, ബാപ്പയോട് വേണം, ഉമ്മയോട് വേണം. ഒക്കെ കൂടി വിശദീകരിക്കാൻ സമയമല്ല, ഞാൻ മൊത്തത്തിൽ പറയാണ്. കൽബുൻ ഷാക്കിറുൻ, നല്ല നന്ദി ബോധമുള്ള കൽബ് വേണം. ബാപ്പ ഉമ്മമാരോട് തീർത്തും നന്ദി വേണം. അള്ളാഹുവിനോടുള്ള നന്ദിയോടുകൂടെ അള്ളാഹ് ചേർത്തി പറഞ്ഞൊരു നന്ദി മാതാപിതാക്കളോടാണ്. അത് മറക്കരുത്. അനിഷ്കുർലി വലിവാലിദൈക്ക്, എനിക്ക് നീ നന്ദി ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. മാതാപിതാക്കൾക്ക് ഒരാൾക്ക് നന്ദിയില്ല, ബാപ്പാനെ നോക്കൂല, ഉമ്മാനെ നോക്കൂല. അള്ളാഹുവിന് നന്ദി. സുന്നത്ത് നിസ്കാരം, ഫർദ് നിസ്കാരം എല്ലാം ഉണ്ട്, അവരെ നന്ദി പൂർണ്ണമല്ല. നല്ല ശുക്റുള്ള കൽബ് വേണം. അള്ളാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. സഹോദരങ്ങളെ, ആ നന്ദിക്ക് കുറവ് വരരുത്. ബാപ്പ ചോദിക്കുന്നു, ഉമ്മ ചോദിക്കുന്നു, മോനെ ഒരു 2000 രൂപ വേണം. എന്തിനാ ബാപ്പ 2000 രൂപ? എനിക്കൊന്ന് കോഴിക്കോട്ട് പോയി വരേണ്ട ആവശ്യമുണ്ട്. അതെന്തിനാ കോഴിക്കോട്ട് പോയി വരുന്നത്? എൻ്റെ ഒരു സുഹൃത്ത് അവിടെ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ 2000 രൂപ കൊടുത്ത് നല്ല നന്ദിബോധമുള്ള ആളാണെങ്കിൽ എന്നാ ഷെയ്ക്കായിക്കോട്ടെ 2000 രൂപ. നന്ദിബോധം കുറവുള്ള ആളാണെങ്കിൽ പറയും, പാപ്പ നിങ്ങളിപ്പോൾ ആ സുഹൃത്തിനെ കാണാൻ പോയ ആളെ രോഗം മാറുമോ? എല്ലാവരും രോഗം കാണാൻ പോകുന്നത് രോഗം മാറാനാ? ഒരാശ്വാസം കൊടുക്കാൻ കഴിഞ്ഞാൽ വലിയ ഖൈറല്ലേ? ഒന്ന് കണ്ട അയാളെ മനസ്സൊന്ന് സന്തോഷിച്ചാൽ എത്ര വലിയ കൂലിയാണ് കിട്ടുന്നത്. ഓ നീ വന്നല്ലോ, അൽഹംദുലില്ലാ, നീ വന്നതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷം. ആ രോഗിയായി കിടക്കുന്ന മനുഷ്യൻ ഒന്ന് മുഖത്തോട് മുഖം നോക്കി ഒന്ന് ചിരിച്ചാൽ എത്ര വലിയ സന്തോഷമാണ്. നീ വന്നത് കാരണം ഒന്ന് കുറച്ച് ചായക്കൊന്ന് കുടിക്കട്ടെ, എൻ്റെ മനസ്സിൽ വല്ലാത്ത ആശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വലിയ സന്തോഷമാണ്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, വാപ്പ നിങ്ങൾ പോയിട്ടൊന്നും കാര്യമില്ല, അയാളെ രോഗം മാറില്ല, നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2000 രൂപ തരാൻ തൽക്കാലം കഴിയൂല എന്നാണ്. അത് നേർക്കേറെ പറയാൻ ബുദ്ധിമുട്ടല്ലേ, അതിനങ്ങനെ പറയുന്നു. അപ്പം നന്ദിബോധം കുറഞ്ഞു പോകും. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളിൽ അല്ലാഹു തആല നമുക്ക് തന്നിരിക്കുന്ന ദുനിയാവ് ബാപ്പ ഉമ്മയെക്കാളും വിലയേറരുത്. ബാപ്പാക്കും ഉമ്മാക്കും ഉള്ള വിലയുണ്ടോ ദുനിയാവിന്? സഹോദരങ്ങളെ, ഇല്ല. എത്ര ദുനിയാവ് കയ്യിൽ കിട്ടിയാലും ബാപ്പയുടെ ഉമ്മയുടെ വിലയാകൂല, അവരെ സംരക്ഷണത്തിൻ്റെ വിലയാകൂല. അതുകൊണ്ട് കൽബുൻ ഷാക്കിറുൻ, നല്ല നന്ദിബോധമുള്ള കൽബ് വേണം. അതേ വലിസാനുൻ ദാക്കിറുൻ, നല്ല ദിക്ർ ചൊല്ലുന്ന നാവ് വേണം. അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്ന നാവ് വേണം. ഒന്ന് കിടന്ന് എണീക്കുമ്പോൾ അല്ലാഹു അല്ലാ, ശരീരത്തിൻ്റെ കണുപ്പുകളെ ക്ഷീണം മാറി, ഞരമ്പുകളുടെ തടസ്സം നീങ്ങി,
പുറം വേദനയും മകം വേദനയും മാറിപ്പോയി. അള്ളാനെ ഒന്ന് ഓർത്തിട്ട് അല്ലാ അല്ലാ, പടച്ച റബ്ബിനെ ഓർമ്മയുള്ള നാവ് വേണം. എന്ത് നിഅമത്ത് കിട്ടിയാലും അള്ളാനെ ഓർക്കണം. അള്ളാഹുവിന് ദിക്റ് ചൊല്ലുന്ന നാവ് വേണം. അള്ളാഹുവാണ് ഇതൊക്കെ തന്നത് എന്നുള്ള ഓർമ്മ വേണം. എത്ര ദുന്യാവ് വന്നാലും ആ ഓർമ്മ മാറിപ്പോകരുത്. നിങ്ങൾ കണ്ടോ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവിന് എത്രമാത്രം ദിക്റ് ചൊല്ലിയ മഹാനാൻ, അള്ളാഹിനെ കുറിച്ച് എത്ര ഓർമ്മയുള്ള മഹാനാണ്. ഖലീലുല്ലാ എന്നല്ലേ ടൈറ്റിൽ തന്നെ. മലക്കുകൾ ചോദിച്ചു, അള്ളാഹുവേ നിനക്കെങ്ങനെ ഒരു ഖലീൽ ഉണ്ടാകാനാണ്? നീ അള്ളാഹു അല്ലേ, നിനക്കെങ്ങനെ ഒരു ഖലീൽ? ഖലീൽ എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം കൂട്ടുകാരനാണ്. സുഹൃത്ത് എന്നും അർത്ഥം വെക്ക, പക്ഷേ ആ അർത്ഥമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ, അള്ളാഹു കൂട്ടുകാരുണ്ടോ? ഒരു കൂട്ടുകാരനുമില്ല. പിന്നെ എന്താണ് അത്? അള്ളാഹു നൽകിയൊരു പദവിയാണ് ഖലീൽ. ഹബീബുല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി പറയുന്നത് പോലെ ഏറ്റവും വലിയ പദവിയാണ് ഹബീബുല്ലാഹി. ഖലീലുല്ലാ എന്നത് മറ്റൊരു പദവിയാണ്, അള്ളാഹു കൊടുത്തൊരു സ്റ്റേജാണ്. അതെങ്ങനെ റബ്ബേ നിനക്കൊരു ഖലീല്? അങ്ങനെ ഒരു ഖലീല് മനുഷ്യരിൽ നിന്നുണ്ടോ? മലക്കുകൾ സംശയം ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ ഖലീലിനെ പോയി ഒന്ന് പരിശോധിച്ചോളൂ. നിങ്ങൾക്ക് തിരിച്ചറിയും എൻ്റെ ഖലീൽ എൻ്റെ ഖലീലാകാൻ നല്ല വകുപ്പും യോഗ്യതയുമുള്ള ആളാണോ എന്ന് തിരിച്ചറിയും. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യവേഷത്തിൽ വന്നിട്ട് പറഞ്ഞു, ഈ കാണുന്ന സ്വത്ത്, ഇബ്രാഹിം നബിൻ്റെ സ്വത്ത് എന്താണ്? ഇഷ്ടം പോലെ കാളകളുണ്ട്, പശുക്കളുണ്ട്, ആടുകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്. ഇതൊക്കെ ആരുടേതാണ് എന്നൊരു ചോദ്യം ചോദിച്ചു. നിറയെ ഇങ്ങനെ ഒരു മല മുഴുവനും നിരത്തിയിട്ടിരിക്കുകയാണ്. 500-600 ഉണ്ട്. ഇതാരുടേതാന്ന് ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മറുപടി എന്താണെന്നറിയോ? നമ്മളെന്താ പറയുക? നമ്മൾ ചോദിച്ചെന്താ? അത് ആ 3 എൻ്റെതാണ്, മറ്റേത് അയൽവാസിൻ്റെതാണ്, മറ്റേത് അപ്പുറത്തുള്ള പോക്കരാക്കേണ്ട. ഉദാഹരണം പറഞ്ഞാൽ കേട്ടോ, ഇനി പോക്കറുള്ളവർ എന്നോട് ദേഷ്യപ്പെടരുത്. മറ്റൊരാൾ ഇങ്ങനെ പേര് പറയും അല്ലേ, ഈ ലാൻഡ് എൻ്റെതാണ്, അത് ജ്യേഷ്ഠം, അതാ തിരിച്ചറിയാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, ഈ കാണുന്നതൊക്കെ ആരുതാണ്? ഇബ്രാഹിം നബിൻ്റെ മറുപടിയിൽ ഇല്ല, അല്ലാഹുവിന് അവകാശപ്പെട്ടതാണ്. വലാകിൻ ഫീ യദീ, താൽക്കാലികം എൻ്റെ കൈവശത്തിലാണ്. ഇതിൻ്റെ മാലിക്കുൽ മുലൂക്ക് അല്ലാഹുവാണ്, ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹുവാണ്. കാരണം ഇതെനിക്ക് തന്നവൻ അല്ലാഹുവാണ്, ഉടമസ്ഥനും അല്ലാഹുവാണ്. താൽക്കാലികം ഇപ്പം എൻ്റെ കയ്യിലാണ്, ഞാനങ്ങ് മരിച്ചാലോ അത് മറ്റൊരാളെ കയ്യിലേക്കായി പോകും. അതുകൊണ്ട് എൻ്റേതാണ് എന്നൊരു ഭാഷ പോലും പറഞ്ഞില്ല. അടുത്ത ചോദ്യം, ജിബ്രീൽ അലൈഹിസ്സലാമാണ് വന്നത് എന്ന് പരിചയപ്പെടുത്തിയിട്ടില്ല. മനുഷ്യകോലത്തിലല്ലേ വന്നത്, ഇതിൽ നിന്ന് വല്ലതും തരുമോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മറുപടി, ഒരു ദിക്റങ്ങ് ചൊല്ലിക്കോ എന്നാ തരാം. മലക്ക് ചൊല്ലി ദിക്റ്, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. നമ്മളൊക്കെ ചൊല്ലേണ്ട ദിക്റാണിത്. വിത്ർ നിസ്കാരം കഴിഞ്ഞാൽ 3 പ്രാവശ്യം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് 3 പ്രാവശ്യം പറയണം. 3ാമത്തത് കുറച്ച് ഉറക്കെ പറയണം. ആ 3 കഴിഞ്ഞാൽ പിന്നെ പറയണം സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. ഈ ദിക്റങ്ങ് ചൊല്ലിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ആ ഉള്ള സ്വത്തിൻ്റെ 1/3 എടുത്തോളി. 1/3 എന്ന് പറഞ്ഞാൽ അത്ര 600 ഒട്ടകങ്ങൾ ഉണ്ടെങ്കിൽ 200 എണ്ണം, അതേപോലെ 300 ആടുകൾ ഉണ്ടെങ്കിൽ 100 എണ്ണം. അതങ്ങനെ മാറ്റി നിർത്തുകയാണ്. കാളകൾ വേറെ ഒക്കെ മാറ്റി നിർത്തുക. ഇനിയും തരുമെന്ന് വെച്ചു, ഇനിയും ദിക്റ് ചൊല്ലിക്കോളൂ, ഇനിയും തരാമെന്ന് പറഞ്ഞു. 2ാമതും ചൊല്ലി സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. ഇനി ബാക്കിയുള്ളതിൻ്റെ പകുതി അങ്ങ് എടുത്തോളൂ എന്ന് പറഞ്ഞു. അഥവാ നേരത്തെ 3ൽ 2 എണ്ണം ആയിപ്പോൾ പകുതി എടുക്കാൻ പറയുമ്പോൾ അപ്പോൾ ബാക്കിയുള്ളതും കൂടി മുന്നോട്ട് വന്നു. ബാക്കിയുള്ളത് മുഴുവനും മൊത്തം മുന്നോട്ട് വന്നു. ഒരു 1/4 ഭാഗം മാത്രം ബാക്കിയുണ്ട്. ഇനിയും തരുമോ എന്ന് ചോദിച്ചു. ഇനിയും വേണോ? ദിക്റ് ചൊല്ലിക്കോളൂ, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. ഇപ്പോൾ ഒട്ടകങ്ങളും ആടുകളും കാളകളും മൊത്തം ഇങ്ങനെ മാറ്റി നിർത്തി. ഇനിയെന്താ വേണ്ടത്? ഇവയൊക്കെ നോക്കാൻ വേണ്ടി ആളുകളെ വേണമെന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇവിടെയുള്ള ഒട്ടകങ്ങളെയും
ഈ ആടുകളെയൊക്കെ നോക്കിക്കൊണ്ട് വരല്, മേയ്ക്കാനും അവിടുന്ന് തിരിച്ചും കൊണ്ടുവരല് 12 നായകളാണ്. ആ നായകളെ കൊണ്ടുപോയിക്കൊള്ളുക. നായകളാണ് ഈ മൃഗങ്ങളെ കൂടെ പോകും. ടൈം ആകുമ്പോൾ അങ്ങനെ ഒച്ച ഉണ്ടാക്കും. അപ്പം മൃഗങ്ങൾ തിരിച്ചു വരും. രാവിലെ വരെ കൂടെ പോകും. ഓരോ ദിവസവും ഓരോ ഭാഗത്തേക്ക് നായ്ക്കൾ കൊണ്ടുവിടും. ആ നായ്ക്കളെങ്ങനെ നോക്കുമ്പോൾ 12 നായകളെയും കഴുത്തിൽ നല്ല സ്വർണത്തിൻ്റെ മാലുണ്ട്. നമുക്കല്ലേ ദുന്യാവ് വില. സ്വർണത്തിൻ്റെ ചെയിന് നായൻ്റെ കഴുത്തിൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ നായകളുടെ കഴുത്തിൽ 12 കഴുത്തിലും 12 വിട്ടുകൊടുത്തു. ഇനിയും ദിക്ർ ചൊല്ലിയാലോ, ഇനിയും നിങ്ങൾ ദിക്ർ ചൊല്ലിയാൽ ഞാൻ നിങ്ങൾക്കങ്ങ് അടിമയായി വരും. ഇനിയും നിങ്ങൾ ചൊല്ലിയ ദിക്ർ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഞാൻ ഖാദിമായി വരും. നിങ്ങൾക്ക് വേണ്ടി എന്ത് ശുശ്രൂഷയും ചൊല്ലും. കാരണം നിങ്ങൾ ചൊല്ലുന്നത് എൻ്റെ യജമാനനായ റബ്ബിൻ്റെ ദിക്റാണ്. റബ്ബിനെ പറഞ്ഞാൽ എനിക്ക് അത്രയും വലിയ ആവേശമാണ്. വലിസാനുൻ ദാക്കിറുൻ, നിങ്ങൾ ചൊല്ലിയ ദിക്റിനല്ലേ ഞാനിത് തന്നത്. ഞാൻ ഇനിയും തരും, ഇനിയും ചൊല്ലിയാൽ. അല്ലാഹു തആല ചോദിക്കുന്നു ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, എങ്ങനെയുണ്ട് എൻ്റെ ഖലീല്? നിങ്ങളല്ലേ എനിക്ക് ഖലീൽ ഉണ്ടാകുമെന്നൊക്കെ ചോദിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ മറുപടി, നിഅമൽ ഖലീലു ഖലീലുക യാ അല്ലാഹ്, നിന്റെ ഖലീൽ ഏറ്റവും ബെസ്റ്റാണ്. ഇതുപോലൊരു ഖലീലിന് എനിക്ക് പരിചയമില്ല. സമ്പത്ത് മുഴുവനും തന്നത് കാശിനല്ല, ദിക്റിനാണ്. അള്ളാഹുവിൻ്റെ മഹത്വം പറഞ്ഞ് ദിക്ർ ചൊല്ലിയപ്പോൾ സമ്പത്തൊക്കെ തന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഈ ചോദിച്ച ആൾ പോയിട്ട് പറഞ്ഞു, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ്, നിങ്ങളൊന്ന് പരിശോധിക്കാൻ വേണ്ടി വന്നതാണ്, ഈ സമ്പത്തൊന്നും കിട്ടാൻ വേണ്ടി വന്നതല്ല, അതുകൊണ്ട് ഇതൊക്കെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ, ഞാൻ അള്ളാഹിൻ്റെ ഖലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്, കൊടുത്തതൊന്നും തിരിച്ചു വാങ്ങുന്ന പണിയില്ല, ഒക്കെ കൊണ്ടുപോയിക്കോളണം എന്ന് പറഞ്ഞു. ജിബ്രീലായാലും വേണ്ടിയില്ല, മീക്കായിലായാലും വേണ്ടിയില്ല, ആരായാലും വേണ്ടിയില്ല, ഞാൻ അള്ളാഹിൻ്റെ ഖലീലാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്, കൊടുത്ത് തിരിച്ചു വാങ്ങുന്നവർ കൊണ്ടുപോയിക്കോളണം എന്ന് പറഞ്ഞു. നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, നമ്മളെന്താക്കാനാ, നിങ്ങൾ ചോദിച്ചതല്ലേ, ദിക്റല്ലേ ചൊല്ലി, തന്നല്ലോ, തന്നതിലൊരു ബുദ്ധിമുട്ടില്ല, ഇനിയും തരും. ജിബ്രീൽ അലൈഹി സ്വലാം ചോദിച്ചു, അള്ളാഹുവേ ഞാൻ എന്ത് ചെയ്യണം, അങ്ങോട്ടൊരു നിലക്കും സ്വീകരിക്കുന്ന പരിപാടിയില്ല, കാരണം കൊണ്ടുപോയിക്കൊള്ളാൻ എന്നോട് പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണോ മലക്കിനാണോ പവർ? ഇബ്രാഹിം നബിക്കാണ് പവർ. അംബിയായിനാണ് ഏറ്റവും വലിയ പവർ, അവർക്ക് താഴെയാണ് മലക്കുകളുള്ളത്. മലക്കളുടെ കൂട്ടത്തിൽ നബി ഉണ്ടോ? നബി ഇല്ല, നബിമാർ മൊത്തം മനുഷ്യരിൽ നിന്നാണ്. എന്ത് ചെയ്യണം? അല്ലാഹു തആല പറഞ്ഞു, ആ മൃഗങ്ങളെ മൊത്തം കൊണ്ടുപോയി വിറ്റിട്ട് മുസ്ലിങ്ങൾക്കൊരു പൊതു സ്വത്ത് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ജിബ്രീൽ അലൈഹി സ്വലാം അത് മൊത്തം കൊണ്ടുപോയി വിറ്റു. ഇപ്പോഴുമുണ്ട് ആ പൊതു സ്വത്ത്. നിങ്ങൾ പോയി നോക്കൂ, ഫലസ്തീനിൽ മദീനത്തുൽ ഖലീൽ കാണാം, ഖലീൽ സിറ്റി. ആ ഖലീൽ സിറ്റിയിൽ ഒരു വലിയ മലയുണ്ട്, ജബൽ സൈത്തൂൻ എന്ന മല. അത് പൊതു സ്വത്താണ്. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മഖ്ബറയുള്ളത്, യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ഖബറുള്ളത്, യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഖബറുള്ളത്. ഇന്നും അത് പൊതു സ്വത്താണ്. അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൊടുത്തതിൻ്റെ ഉപകാരം ഇപ്പോഴും ജനങ്ങൾ ഉപകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ബോധം നോക്ക് നിങ്ങൾ. ദുനിയാവ് എത്ര മേൽക്ക് വന്നാലും അള്ളാഹുവിനെ മറക്കൂല. ലിസാനുൻ ദാക്കിറുൻ, അള്ളാഹുവിനെ ഓർമ്മയുള്ള നല്ല നാവ് വേണം, നല്ല ദിക്റുള്ള നാവ് വേണം. അള്ളാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. മൂന്നാമത്തത് വബദനുൻ അലൽ ബലാഇ സ്വാബിർ, പരീക്ഷണത്തിൽ ക്ഷമിക്കാൻ പക്വതയുള്ള ശരീരം. എന്ത് വിഷമം വന്നാലും ക്ഷമയോടെ നേരിടാനുള്ള ഈമാൻ അള്ളാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. നാലാമത്തത് സൗജത്തുൻ, ഒരു ഇണയാണ്. സൗജുൻ ഒരു ഇണയാണ്, ആണുമാകാം പെണ്ണുമാകാം. തൻ്റെ ഇണയിൽ ദീനിൽ സഹകരിക്കുന്ന, സഹായിക്കുന്ന, സമ്പത്തിലും കാര്യങ്ങളിലും നല്ല രൂപത്തിൽ ചെലവഴിക്കുന്ന ആണും പെണ്ണുമാണ്. ഭാര്യയും ഭർത്താവുമാണ്. ഭർത്താവിന് ഇണയായി ഭാര്യയും, ഭാര്യയ്ക്ക് ഇണയായി ഭർത്താവും. ദീനിൽ സഹായിക്കുന്ന, സമ്പത്തിൽ സഹകരിക്കുന്ന, നല്ല മാർഗത്തിൽ ചെലവ് ചെയ്യുന്ന ഈ ഇണയും ഉണ്ടോ? ദുന്യാവിലും ആഖിറത്തിലും ഖൈർ നൽകപ്പെട്ടു. അതുകൊണ്ട് മഹാന്മാരുടെ ഖൽബ് പോലെ, അവരുടെ ഇസ്തിഖാമത്ത് പോലെ നല്ല വഴിയിൽ മുന്നേറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.